നമസ്കാരം. ഇൻസൈറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. സായാഹ്ന വാർത്തകൾ വായിക്കുന്നത് അനു മനു. UDF മഞ്ഞപ്ര മണ്ഡലം 10ാം വാർഡ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ KPCC എക്സിക്യൂട്ടീവ് അംഗം മുൻ MLA PJ ജോയ് ഉദ്ഘാടനം ചെയ്തു. ശ്രീ പോൾ എസ് പയ്യപ്പള്ളി എന്ന വ്യക്തിത്വമാണ്. അന്ന് അദ്ദേഹത്തോട് വാർഡ് കൺവീനർ സെബാസ്റ്റ്യൻ മണവാളൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാജൻ പല്ലൂർ, ഷൈബി പാപ്പച്ചൻ, സ്ഥാനാർത്ഥികളായ ഡോക്ടർ ജിൻഡോ ജോൺ, സിജു ഈരാളി, സരിത സുനിൽ എന്നിവർ പ്രസംഗിച്ചു. കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡിൽ BJP സ്ഥാനാർത്ഥികളായ ലാലു പൈനാടത്ത്, പോളി CV, ബിന്ദു KV, KN കൃഷ്ണകുമാർ എന്നിവരുടെ ഭവന സന്ദർശന ദൃശ്യങ്ങൾ. പോസ്റ്റ്ലോട്ടിന്റെ എഴുതി വെച്ചിട്ടുണ്ട്. അത് സമയം കഴിഞ്ഞല്ലോ. ചേച്ചിയുടെ ഉണ്ട് പോസ്റ്റ്ലോട്ടിന് ഇന്നലെ മിഞ്ഞാന്ന് കഴിഞ്ഞില്ലേ? കാണാനായിട്ട് പോയിരുന്നു. നമസ്കാരം. നമ്മൾ നിൽക്കുന്നത് കറുകുറ്റി പഞ്ചായത്ത് 12ാം വാർഡ് BJPയുടെ ഭവന സന്ദർശനത്തിനാണ് വന്നിരിക്കുന്നത്. നമ്മളോടൊപ്പം ഒത്തിരി സ്ഥാനാർത്ഥികൾ വന്നിട്ടുണ്ട് BJPയുടെ. നമുക്ക് ഓരോ വോട്ടറോടും BJPയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം. ചേച്ചിക്ക് എന്താണ് BJPയെ പറ്റി പറയാനുള്ളത്? BJPയുടെ ഭരണം നല്ല ഒരു ഭരണമാണെന്ന് എനിക്ക് തോന്നി. എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഒരു സമഭാവനയോടെ കാണുന്ന ഒരു പാർട്ടിയാണെന്ന് തോന്നി. അപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് BJP ജില്ലാ സ്ഥാനാർത്ഥി ലാലു പൈനാടത്ത്, ബ്ലോക്ക് സ്ഥാനാർത്ഥി ബിന്ദു, വാർഡ് സ്ഥാനാർത്ഥി പോളിച്ചേട്ടൻ. പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു. മക്കളോടൊക്കെ പ്രത്യേകം പറയാ, അവർ ഫോൺ ചെയ്യുമ്പോൾ. നമ്മളോടൊപ്പമുള്ളത് 13ാം വാർഡ് സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ചേട്ടനാണ്. BJP സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? പാർട്ടി നൽകുന്ന എന്ത് കാര്യവും സ്വീകരിക്കും, അത് നടപ്പിലാക്കാൻ ശ്രമിക്കും. കേന്ദ്രത്തിൽ നിന്നുള്ള പല പദ്ധതികളും നമുക്ക് ഇപ്പോൾ കിട്ടുന്നില്ല കേരളത്തിൽ. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? പദ്ധതികൾ നമുക്ക് കിട്ടാനായിട്ടല്ല, നമ്മളുടെ മുമ്പിടുന്ന ആളുകൾ ഇത് ചെയ്യാനായിട്ടാണ്. ഇടതും വലുതും മാറി ഭരിച്ച് നമ്മുടെ നാട് കുട്ടിച്ചോറാക്കി. അതിനൊരു മാറ്റം വന്നാൽ നല്ലത് എല്ലാവർക്കും. വിജയൻ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? 2ാം വാർഡ് സ്ഥാനാർത്ഥി. അതായത് കേന്ദ്രം ആവിഷ്കരിക്കുന്ന ഓരോരോ പദ്ധതികളും ഇന്ന് പല പേരുകളിലായിട്ട് ഇവിടെ കേരള ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പറയുന്ന പദ്ധതികൾ പല സാഹചര്യത്തിലും ഇവിടെ നടപ്പാക്കാൻ സാധിക്കുന്നില്ല. ജനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഓരോരോ പദ്ധതികളും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനം വിചാരിക്കുന്നത് എല്ലാം കേരള ഗവൺമെൻറ്റാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, കേരള ഗവൺമെൻറ്റാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. കേന്ദ്രത്തിന് തരുന്നതായിട്ട് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ ഇവരും ബോധവാന്മാരല്ല. അവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് കേരളത്തിലൊന്നും ഇല്ല, എല്ലാം അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി എപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ ലിഫ്റ്റ് ചോദിക്കുന്നത് ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പുമായി കേരള പോലീസ്. വാഹനമോടിക്കുന്ന വ്യക്തിയുടെ സ്വഭാവം, പശ്ചാത്തലം എന്നിവ അറിയാത്ത സാഹചര്യത്തിൽ ലിഫ്റ്റ് വാങ്ങിയുള്ള യാത്ര അപകടത്തിൽ കലാശിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ഞാൻ അന്നേ പറഞ്ഞു രാഹുലിനെ പുറത്താക്കാൻ. ആ നിലപാട് ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം ജില്ലയിൽ തിരുമുടിക്കുന്നിൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയ 14 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. $500 മീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് സൗകര്യങ്ങളുമുള്ള മനോഹരമായ ഈ പ്ലോട്ട് സെന്റിന് 3,65,000 രൂപ പറയുന്നു.
ബസ് റൂട്ടിൽ നിന്നും 200 മീറ്ററും നാഷണൽ ഹൈവേയിൽ നിന്നും 3 കിലോമീറ്ററും കൊച്ചിൻ എയർപോർട്ടിൽ നിന്നും 25 കിലോമീറ്ററും അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും 4 കിലോമീറ്ററും കൊരട്ടി ജംഗ്ഷനിൽ നിന്നും 6 കിലോമീറ്ററും ദൂരമുള്ള ഈ പ്ലോട്ട് സ്വന്തമാക്കുവാൻ വിളിക്കേണ്ട നമ്പർ 7034873123 7736964883. വാർത്തകൾ ചെറുതോ വലുതോ എന്നതിലല്ല കാര്യം. നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതൊരു വാർത്തയും അതിന്റെ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു. വാർത്തകൾ വിരൽ തുമ്പിൽ ഞൊടിയിടയിൽ ലഭിക്കുന്നതിന് വേണ്ടി ഇൻസൈഡ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക. നേരത്തെ അറിയാൻ ഇൻസൈഡ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്.